നമസ്കാരം. SSCയുടെ സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷനിലേക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കാം കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റെനോഗ്രാഫർ SSCയുടെ സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഒരുപാട് പേര് വീഡിയോ കണ്ടു. വീഡിയോ കാണാത്തവർ അത് കണ്ടുവരിക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ ആരുടെയും ഹെൽപ്പില്ലാതെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന പ്രൊസീജിയർ, സിമ്പിൾ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ SSCയുടെ സ്റ്റെനോഗ്രാഫർ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷനിലേക്ക്, അതായത് കസ്റ്റംസ്, CBI, ഇൻകം ടാക്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി കിട്ടാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിലേക്ക് അപേക്ഷ അയക്കുന്ന പ്രൊസീജിയറാണ്. മിനിമം +2 യോഗ്യത വെച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഏജ് ലിമിറ്റ്, സെലക്ഷൻ ക്രൈറ്റീരിയ, പിന്നെ സാലറിയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. +2 മതി യോഗ്യത. അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അധികം സമയം കളയുന്നില്ല. ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നൊരു ബട്ടൺ കാണാം. അവിടെ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ഇതുവരെയും SSCയുടെ ഒരു പരീക്ഷയും അറ്റൻഡ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ SSCയിൽ കയറുന്നതെങ്കിൽ നിങ്ങൾ ന്യൂ യൂസർ രജിസ്റ്റർ നോ എന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ PSCയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വൺ ടൈം ക്രിയേഷൻ ചെയ്യണം. ഇവിടെയും ചെയ്യണം വൺ ടൈം രജിസ്ട്രേഷൻ. ഓക്കെ, ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇത് ഞാൻ ഡീറ്റെയിലായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതായത് വൺ ടൈം ക്രിയേഷൻ, SSC വൺ ടൈം ക്രിയേഷൻ. ആ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങളെല്ലാം ചെയ്യുക. ആധാർ കാർഡിൻ്റെ നമ്പർ, പിന്നെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കിട്ടും. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ കാണുന്ന ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ലോഗിൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. SSC.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. എന്നിട്ട് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വെക്കണം. ഇവിടെ ന്യൂ യൂസർ രജിസ്റ്റർ നോ എന്നൊരു ബട്ടൺ കാണാം. അത് കൊടുത്ത് വൺ ടൈം ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ നെയിം, അതായത് രജിസ്ട്രേഷൻ നമ്പറും നിങ്ങൾക്ക് കിട്ടിയ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ലിങ്ക് താഴെ കിട്ടും. അതായത് നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് കിട്ടും, അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ്, അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ്, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ലോഗിൻ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ആയിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇവിടെ തന്നെ ലൈവ് എക്സാമിനേഷനിൽ വന്ന് കിടക്കുന്നുണ്ട് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് ഗ്രേഡ് D എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 14 എന്ന നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ 13/4/2026 തുടങ്ങി 4 മെയ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അവിടെ അപ്ലൈ എന്ന ബട്ടൺ കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആണ്. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ തുടങ്ങിയ ഡേറ്റ് 24/4. ഓക്കെ, ഏപ്രിൽ 24, ഈ മാസം 24-ാം തീയതി, ഏകദേശം ഒരു 3 ദിവസമായിട്ടുണ്ട്. ഇതിൻ്റെ അപേക്ഷ എൻഡ് ആവുന്നത് 15/5, അതായത് മെയ് 15 ലാസ്റ്റ് ഡേറ്റ്. ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 16. എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. 20-ാം തീയതി, മെയ് 20ഉം 21ഉം അതിന് സമയം കിട്ടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എക്സ്ട്രാ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം തെറ്റ് വരുത്താതെ തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 15/5 ലാസ്റ്റിലേക്കൊന്നും വെക്കണ്ട, കാരണം സൈറ്റ് കിട്ടില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ, നിങ്ങൾ അധികം സമയം ഡിലേ വരുത്തണ്ട. നിങ്ങൾ വീഡിയോ കാണുന്ന അന്ന് തന്നെ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അപ്ലൈ എന്ന ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇത് നിങ്ങളൊന്നും നോക്കണ്ട, നേരെ ഫിൽ ഫോം കൊടുക്കുക. ഇതൊന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടാവും. ഇവിടെ താഴെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാം, അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുത്തോളൂ. ഇനി ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ, ഇതിലേക്ക് അപേക്ഷ കൊടുക്കാൻ +2 മതി. പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രിയോ PG എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് +2 ആണുള്ളതെന്നുണ്ടെങ്കിൽ +2 കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് +2 12th സ്റ്റാൻഡേർഡ്. ഇനി അതല്ല ഇക്വാലൻ്റ് ആണെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 12th സ്റ്റാൻഡേർഡ് കൊടുത്തു. EQ സ്റ്റാറ്റസ് പാസ്ഡ് അപ്പിയറിങ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം, അവർ അപ്പിയറിങ് കൊടുത്താൽ മതി. അതല്ല പാസ്സായവരെന്ത് ചെയ്യുക, പാസ്ഡ് കൊടുക്കുക.
പാസിംഗ് ഇയർ ചോദിക്കുന്നുണ്ട്, ഏത് വർഷമാണോ നിങ്ങൾ +2 പാസ്സായത് അത് കൊടുക്കുക. 2018 ഞാൻ കൊടുത്തു. പിന്നെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, കേരള കൊടുക്കുക. നമ്മളെല്ലാം കേരളയാണ്, കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ബോർഡാണ് അടുത്ത് ചോദിക്കുന്നത്. 20.4 നെയിം ഓഫ് ബോർഡ്, +2 നിങ്ങൾ പഠിച്ച ബോർഡ്. അപ്പോൾ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം. ഓക്കെ, അതല്ല വൊക്കേഷണലാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഞാൻ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുത്തു. +2 റോൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒന്നും നിങ്ങൾ തെറ്റ് വരുത്തി വെക്കരുത്, ശ്രദ്ധിച്ച് മെല്ലെ ചെയ്താൽ മതി. +2 കിട്ടിയ പേഴ്സൻറ്റേജ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് സക്സസ്, സേവ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് സേവ് ആയി. ഓക്കെ കൊടുത്തോളൂ. അടുത്ത ഓപ്ഷൻ എക്സ് സർവീസ്മാൻ. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഓപ്ഷൻസും നീങ്ങുന്നത് കാണാം. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കഴിഞ്ഞു. നമ്മളിപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനാണ് ചെയ്യുന്നത്. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് കാര്യങ്ങളും ഡിസ്ചാർജ് ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ നോ കൊടുക്കുക. ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. SC ST OBC കാർക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്, ഏജിന് റിലാക്സേഷൻ ഉണ്ട്. ഞാൻ ജനറൽ ആയതുകൊണ്ട് നോ കൊടുത്തു. ജനറൽ ആണെങ്കിൽ നോ കൊടുത്തോളൂ കേട്ടോ. അടുത്ത ഓപ്ഷൻ നിങ്ങൾ എസ് കൊടുത്താലും നോ കൊടുത്താലും കുഴപ്പമില്ല. എസ് കൊടുത്തു. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അത് സക്സസ് ആയി. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ 2 ശ്രദ്ധിക്കുക. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാമിനേഷൻ സെൻറ്റർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കേരളത്തിൽ പരീക്ഷാ സെൻറ്ററുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? KKR കാണാം. കേരള കർണാടക റീജിയൻ KKR. ഇവിടെ വരുന്ന ജില്ലകൾ കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം തുടങ്ങിയ ജില്ലകളിലാണ് പരീക്ഷാ സെൻറ്റർ. പിന്നെ തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂരുണ്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂർ കൊടുത്തു. എൻ്റെ ജില്ല തൃശ്ശൂർ ആയതുകൊണ്ട് ഞാൻ തൃശ്ശൂർ കൊടുത്തു. സെക്കൻഡ് പ്രിഫറൻസ് ഞാൻ തൃശ്ശൂർ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ജില്ല ഞാൻ കോഴിക്കോട് കൊടുക്കുകയാണ്. തേർഡ് ഓപ്ഷൻ എറണാകുളം. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ലകൾ തന്നെ വെക്കുക കേട്ടോ. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജില്ല ഉണ്ടെങ്കിൽ വെക്കുക. അതല്ല നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഞാൻ തേർഡ് എറണാകുളം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. 25.3 ഫിസിക്കൽ ലിമിറ്റേഷൻ ചോദിക്കുന്നുണ്ട്. ഉള്ളവർ എസ് കൊടുക്കണം. എസ് കൊടുത്താൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, ഇല്ലാത്തവർ നോ കൊടുക്കുക. പിന്നെ മീഡിയം ഓഫ് CBE ആൻഡ് സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും സ്കിൽ ടെസ്റ്റിൻ്റെ മീഡിയം ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തോളൂ. ഹിന്ദി പറ്റുന്നവർ ഹിന്ദി കൊടുത്തോളൂ കേട്ടോ. ഇനി അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക രണ്ടാമത്. ഇനി അടുത്ത ഓപ്ഷൻ 27. ഇവിടെയാണ് നിങ്ങൾ പോസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C, ഗ്രേഡ് D. ഗ്രേഡ് സിയിലേക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഗ്രേഡ് C കൊടുക്കുക. അതല്ല ഗ്രേഡ് ഡിയിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റെനോ ഗ്രേഡ് D കൊടുക്കുക. അതല്ല രണ്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ബോത്ത് കൊടുക്കുക. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഇതിന് ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. ഇത് ഏജ് ലിമിറ്റ് ഞാൻ പറയാം. 18 to 30 ആണ് ഗ്രേഡ് C, 18 to 27 ആണ് ഗ്രേഡ് D. അതാണ് ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 23, 24, 25, 26 വയസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോത്ത് കൊടുക്കാം കേട്ടോ. രണ്ടിലേക്കും വേണമെങ്കിൽ കൊടുക്കാം. ഗ്രേഡ് ഡിയിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ PDF. ഈ ഒരു PDF-ൻ്റെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്, അത് കണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റെനോ ഗ്രേഡ് C ആണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഏജ് ലിമിറ്റ് എനിക്ക് 27 വയസ്സായതുകൊണ്ട് ഗ്രേഡ് D എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഗ്രേഡ് C കൊടുത്തു. ഇനി അത് വെരിഫൈ ചെയ്ത് കൊടുക്കണം അടിയിൽ. അത് വെരിഫൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ 2 സേവ് ആയി, സക്സസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും കാണുക. ലോഡിംഗ് ആണ്, വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്. ഇവിടെ നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യണം. കാരണം ഇതുവരെയാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിന് ശേഷമുള്ള സ്റ്റേജ് നമുക്കൊരു ആപ്പ് ഉണ്ട്, MySSC എന്നൊരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആധാർ ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ MySSC ആപ്പ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ MySSC ആപ്പ് ഇൻസ്റ്റാളായി ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ കാണാം. റൈറ്റിൽ ടോപ്പ് സൈഡ് അവിടെ കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ യൂസർ ID, അതായത് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് MySSC ആപ്പ് വഴി ആദ്യം മുതൽ അവസാനം വരെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ആ ഒരു ആധാർ ഫേസ് ഓതൻറ്റിക്കേഷൻ വരെ ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് വഴി ചെയ്യാം. അതിനുശേഷമുള്ള സ്റ്റേജ് എന്തായാലും നിങ്ങൾക്ക് MySSC ആപ്പ് വഴിയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചൂസാണ്, ഓപ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വെബ്സൈറ്റ് വഴി ആ ഒരു സ്റ്റെപ്പ് വരെ ചെയ്തു. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു
ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. ഇവിടെ യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച കൊടുത്ത് ലോഗിൻ കൊടുത്തു. ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ താഴെ ഡാഷ്ബോർഡ് കാണാം. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൈ ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. ഇവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി, സ്റ്റാറ്റസ് കാണാം, കണ്ടിന്യൂ കൊടുക്കുക. ഇനി നിങ്ങളെല്ലാം സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചു പോകുക കേട്ടോ. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, അഗെയിൻ സേവ് ആൻഡ് നെക്സ്റ്റ് ഒരു വട്ടം കൊടുക്കുക. ഇത് ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾ ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് ആധാർ ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നൊരു ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എറർ കാണിക്കുന്നുണ്ട്, ബിക്കോസ് ഒരു ആപ്പ് ഉണ്ട്, ആ ഒരു ആപ്പും കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആധാർ ഫേസ് RD ഫ്രം പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ കൊടുക്കുക. നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇവിടെ ആധാർ ഫേസ് ഓതൻറ്റിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെർമിഷൻസ് എല്ലാം നിങ്ങൾ അലോ ചെയ്യുക. ഈ ഒരു പെർമിഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചുമരുമ ചാരി നിന്നാലും മതി. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഐ ബ്ലിങ്ക് ചെയ്യുക കേട്ടോ. കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ആവും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുണ്ട്. കുറച്ച് ഡിസ്റ്റൻസിൽ പിടിക്കുക. അപ്പോൾ ഒരു ഗ്രീൻ റൗണ്ട് വന്നിട്ട് നിങ്ങൾ ഐ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ആവും. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. കണ്ടില്ല, അത് സക്സസ് ആയി. ഫേസ് ID വെരിഫിക്കേഷൻ സക്സസ് ആയി. ഓക്കെ കൊടുത്തോളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ് ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ലൈവായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം. സിഗ്നേച്ചർ 10 KB മുതൽ 20 KB വരെയുള്ള JPG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറാണ്. ഫോട്ടോ പിന്നെ ലൈവായി നിങ്ങൾ എടുത്താലും മതി. അപ്പോൾ ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നെ ഇയർഫോണ്, പിന്നെ സ്പെക്സ്, കണ്ണട കാര്യങ്ങളൊന്നും വെക്കരുത്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണാം, അത് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾ നേരത്തെ എടുത്ത ഫോട്ടോ ആധാർ ഫേസ് ഓതൻറ്റിക്കേഷൻ്റെ ഫോട്ടോ ആയിരുന്നു. ഇവിടെ നിങ്ങൾ ലൈവായിട്ട് ഫോട്ടോ വീണ്ടും എടുക്കണം. ഇവിടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോ കൊടുക്കുക. പെർമിഷൻ അലോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയും അപ്ലോഡായി. ഓക്കെ കൊടുക്കുക. ഇനി സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. 10 KB മുതൽ 20 KB വരെയുള്ള നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിടുക. എന്നിട്ട് അത് 10 KB മുതൽ 20 KB കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ PI7 ഇമേജ് ടൂൾ എന്നൊരു വെബ്സൈറ്റ് കിട്ടും. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി. PI7 ഇമേജ് ടൂൾ, റെഡ്യൂസ് ഇമേജ് സൈസ് ഇൻ KB എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ കയറുക. എന്നിട്ട് 10 to 20 KB അല്ലേ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ഇമേജ് കൊടുത്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 10 to 20 എന്നല്ലേ പറഞ്ഞത്, ഞാനൊരു 18 കൊടുക്കുകയാണ്. എന്നിട്ട് റെഡ്യൂസ് സൈസ് കൊടുക്കുക. ഇതാ നമ്മുടെ ഫോട്ടോ ആ ഒരു സൈസിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. 16 KB കൺവേർട്ട് ആയിട്ടുണ്ട്. 18 അടിച്ച്, പക്ഷേ 16 സൈസ് നമുക്ക് മതി, കാരണം 10 to 20 ആണല്ലോ. എന്നിട്ട് നിങ്ങൾ നേരെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആ ഒരു MySSC ആപ്പിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾ അപ്ലോഡ് യുവർ സിഗ്നേച്ചർ കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈസ് കുറച്ച് ആ ഒരു സിഗ്നേച്ചർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ് ആയിട്ടുണ്ടാവും. സിഗ്നേച്ചർ അപ്ലോഡഡ് സക്സസ്ഫുള്ളി. ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഫോട്ടോ, ലൈവ് ഫോട്ടോ, സിഗ്നേച്ചർ ആഡ് ആയിട്ടുണ്ട്. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, ഞാൻ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കുക, എല്ലാം വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ച നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോം റിസീവ് ആയിട്ടുണ്ട്. കണ്ടൻറ് വെരിഫിക്കേഷൻ പെൻഡിങ്. അപ്പോൾ നമുക്കറിയാം പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികളിൽ SC ST ഫീസ് വരുന്നില്ല. അവർക്ക് ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്താൽ മതിയാവും. ഇനി അതല്ല, നിങ്ങൾ ബോയ്സിൽ OBC ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ട്. ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളിവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. അല്ലാത്തവർ, അതായത് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വരാത്തവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി. നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ 100 rupees ഫീസ് വരുന്നത്. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര വരുന്നുണ്ട്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് കൊടുത്തു. എന്നിട്ട് പേ കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ UPI കാണാം. UPI കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് SBI നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പ്രീപേ കാർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ UPI ഞാൻ കൊടുത്തു. UPI ആണ് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. UPI കൊടുത്തു. ചൂസബിളാണ്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ QR കോഡ് വരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫേം കൊടുക്കുക. ഇത് അവിടെ ഒരു QR കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ഇവിടെ പേ നൗ എന്നൊരു ബട്ടൺ കാണാം, അത് കൊടുക്കാം.
സംടൈംസ് ഈ ഒരു പേനോ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ആവാറില്ല, ചില സമയത്ത് ആയിക്കഴിഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു QR കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഗൂഗിൾ പേയിൽ കയറിയിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് അവിടെ QR കോഡിൻ്റെ, അതായത് അപ്ലോഡ് QR കോഡ് അങ്ങനെ ഒരു ബട്ടൺ കാണും, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു QR കോഡിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. യുവർ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ഈ സക്സസ്. അപ്പോൾ ഒരു QR കോഡിൻ്റെ അടിയിൽ വരുന്ന പേനോ കൊടുത്തിട്ട് ആയില്ലെങ്കിൽ നിങ്ങൾ ആ QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ പേയിൽ കയറുക. എന്നിട്ട് അപ്ലോഡ് ഫ്രം ഗാലറി, അതായത് സ്കാൻ്റെ ബട്ടൺ ഉണ്ടാവില്ലേ ഗൂഗിൾ പേയിൽ, അത് കൊടുത്തിട്ട് അപ്ലോഡ് ഫ്രം ഗാലറി കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു QR കോഡിലേക്ക് പേയ്മെൻറ്റ് കൊടുത്താലും മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെഫറൻസ് നമ്പർ, പേയ്മെൻറ്റ് സ്റ്റാറ്റസ്, എത്ര രൂപ അടച്ചു എന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ഹിയർ എന്നൊരു ബട്ടൺ കാണാം, അത് കൊടുക്കുക. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 60 സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും. അല്ല നിങ്ങൾ ബാക്ക് അടിക്കരുത് കേട്ടോ. ഇവിടെ ക്ലിക്ക് ഹിയർ എന്നൊരു ബട്ടൺ കാണാം, അത് കൊടുക്കുക. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ഫീസ് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ഹിയർ കൊടുക്കുക. ഇതവിടെ പ്ലീസ് ഡു നോട്ട് റീഫ്രഷ് എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ബാക്ക് അടിക്കരുത്. അപ്പോൾ നമ്മുടെ ഫീസിൻ്റെ റെസീപ്റ്റാണ് ഈ കാണുന്നത്. സ്റ്റാറ്റസ് സക്സസ്, 100 റുപ്പീസ് പോയിട്ടുണ്ട്. ഇത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും, നേരെ കാൻഡിഡേറ്റ് ഡാഷ്ബോർഡിലേക്ക് പോവാം. എന്നിട്ട് മൈ ആപ്ലിക്കേഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അത് വരില്ല. ഇവിടെ വെരിഫൈ പേയ്മെൻറ്റ് കൊടുക്കുക. വെരിഫൈ പേയ്മെൻറ്റ് കൊടുക്കണം, എന്തായാലും കൊടുക്കണം കേട്ടോ. വെരിഫൈ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് വെരിഫൈ ആവും. അത് ശ്രദ്ധിക്കുക, വെരിഫൈ എന്തായാലും കൊടുക്കണം. പേയ്മെൻറ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ട് കാര്യമില്ല, ഇവിടെ വെരിഫൈ എന്തായാലും കൊടുക്കണം കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ ഇവിടെ കാണാം രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടന്റ് നോട്ട് വെരിഫൈഡ്, അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ കാണാം, ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ സക്സസ്. ഇതിന് മുന്നേ സക്സസ് ആയിരുന്നില്ല, കാരണം നമ്മൾ വെരിഫൈ പേയ്മെൻറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ സക്സസ് ആയത്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പെൻഡിങ് എന്നാണ് കാണിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നമ്മൾ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്, ഫീസ് പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയാണ് എടുക്കാൻ പറ്റുള്ളൂ, ആപ്പ് വഴി കിട്ടുന്നുണ്ടാവില്ല. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക, ഇവിടെ മൈ ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പ്രിൻ്റ് ബട്ടൺ കാണാം, അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രിൻ്റ് ഔട്ട് ഇതാ കാണാം. ഈ ഒരു പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത്. ഇത് ആവശ്യമില്ല, അഡ്മിറ്റ് കാർഡല്ല, ഇത് പ്രിൻ്റ് ഔട്ടാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ അയച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രിൻ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ വഴി ആരുടെയും ഹെൽപ്പില്ലാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി, ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അയക്കുക, കാരണം ലാസ്റ്റിലേക്കൊന്നും വെക്കേണ്ട. ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ വർക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയിലും കാണാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ശ്രദ്ധിച്ച് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കരുത്. എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. SC ST കാർക്ക് ഫീസില്ല, ആൺകുട്ടികൾക്ക്. പിന്നെ പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് പെട്ടെന്ന് അയച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.